Dear students, welcome to mathematics class. In the last class we discussed or we found the answers for 6 questions in the exercise in page number 134, 35 and 36. And I told you that in the next class we can discuss about the rectangles, a portion about rectangles. Okay. അപ്പോൾ റെക്റ്റാങ്കിൾസ് എന്നുള്ള ഒരു ഭാഗമാണ് ഇന്നത്തെ ചാപ്റ്ററിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒരു 2 പോയിൻറ്റ്സ് തന്നാൽ, 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് തന്നാൽ ആ പോയിൻറ്റ്സ് ഡയഗണലിൻ്റെ വെർട്ടീസസ് ആയി വരുന്ന രീതിയിൽ റെക്റ്റാങ്കിൾസ് പല വിധത്തിൽ വരയ്ക്കാമെന്നും ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എക്സാമ്പിൾസിലൂടെ അത് വിശദമാക്കാം. അപ്പോൾ 3, 2, 7, 5 ഒരു y ആക്സിസും ഒരു x ആക്സിസും ഉണ്ട്. അപ്പോൾ അതിൽ 3, 2 എന്ന് പറയുന്ന ഒരു പോയിൻ്റ്, 3, 2 എന്ന പോയിൻ്റ്, മറ്റൊന്ന് 7, 5 എന്ന് പറയുന്ന മറ്റൊരു പോയിൻ്റ്. ഇങ്ങനെ 2 പോയിൻറ്റ്സ് എന്നാൽ ഈ 2 പോയിൻറ്റ്സും എന്താവുന്ന രീതിയിൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽസ് ഓപ്പോസിറ്റ് വെർട്ടീസസ്, ഓക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഡയഗണലിൻ്റെ 2 എൻഡ്സായി വരുന്ന ഓപ്പോസിറ്റ് വെർട്ടീസസ് ആവുന്ന രീതിയിൽ എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്, റെക്റ്റാങ്കിൾസ് ഫോം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കുന്നു, ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വരയ്ക്കുന്നു, എന്നിട്ട് നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് എ റെക്റ്റാങ്കിൾ. ഓക്കെ, അപ്പോൾ ഈ വെർട്ടെക്സും ഈ വെർട്ടെക്സും എന്താണ്, ഡയഗണലിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഡയഗണൽ വരയ്ക്കാൻ പറ്റും. ഡയഗണലിൻ്റെ എൻഡ്സാണ്, ഡയഗണലിൻ്റെ എൻഡ്സായി വരുന്ന രീതിയിലുള്ള റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടീസസ് ആയി വരുന്ന രീതിയിൽ നമുക്കിങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഇതേ പോയിൻറ്റ്സ് തന്നെ മാറ്റാതെ വ്യത്യസ്തമായ റെക്റ്റാങ്കിൾസ് നമുക്ക് ഇനിയും വരയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഇത് മറ്റൊരു റെക്റ്റാങ്കിളാണ്. അതേ പോയിൻറ്റ്സ് അങ്ങനെ തന്നെ നിലനിർത്തി അത് രണ്ടും ഓപ്പോസിറ്റ് വെർട്ടീസസ് ആയി വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്ന രീതിയിൽ ഞാൻ മറ്റൊരു റെക്റ്റാങ്കിൾ വരച്ചിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ വരച്ച റെക്റ്റാങ്കിളും ഈ റെക്റ്റാങ്കിളും തമ്മിൽ വലുപ്പത്തിൽ വ്യത്യാസമുണ്ടല്ലേ, നേരത്തെ വരച്ചതിനേക്കാൾ കുറച്ചും കൂടി വലുതാണ്. പക്ഷേ ഈ കഴിഞ്ഞ റെക്റ്റാങ്കിളും ഈ റെക്റ്റാങ്കിളും, ഇനി ഞാനൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പോകുന്നു. ആ റെക്റ്റാങ്കിളും നമ്മളുടെ ഡിഫറൻസ് നോക്കാം. ഓക്കെ, ഇതിൽ ഈ ലൈൻസ് രണ്ടും പാരലലാണ്, പക്ഷേ ഈ 2 ലൈൻസും ഈ എക്സ് ആക്സിസിന് പാരലൽ അല്ല. ഓക്കെ, ഇറ്റ്സ് ആൻ എക്സ് ആക്സിസ്. ഓക്കെ, ഇവിടെ O, ഇവിടെ X ഉണ്ട്, ഇവിടെ Y ഉണ്ട്. അപ്പോൾ ദിസ് ഈസ് Y ആക്സിസ് ആൻഡ് ദിസ് ഈസ് എക്സ് ആക്സിസ്. അപ്പോൾ ഈ 2 ലൈൻസും അല്ലെങ്കിൽ 2 സൈഡ്സും എക്സ് ആക്സിസിന് പാരലൽ അല്ല. അതുപോലെ ഈ 2 സൈഡ്സും Y ആക്സിസിനും പാരലൽ അല്ല. കഴിഞ്ഞ ഫിഗറിലും പാരലൽ അല്ല. ഓക്കെ, പക്ഷേ ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്ന റെക്റ്റാങ്കിൾ നോക്കുക. ആ റെക്റ്റാങ്കിളിൽ ഞാൻ ഈ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആവുന്ന രീതിയിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് നേരെ ഇങ്ങനെ വരച്ചു, ഇവിടുന്ന് ഇങ്ങനെ വരച്ചു, എന്നിട്ട് ഇങ്ങനെ യോജിപ്പിച്ചു. ഓക്കെ, ഇപ്പോഴും നേരത്തെ പോയിൻറ്റ്സിനൊന്നും ഒരു മാറ്റവുമില്ല. ആ പോയിൻറ്റ്സ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്, ഒരു മാറ്റവുമില്ല. ഓക്കെ, അപ്പോൾ ഈ 2 കോർഡിനേറ്റ്സും 2 പോയിൻറ്റ്സും എന്താണ്, മറ്റൊരു റെക്റ്റാങ്കിളിൻ്റെ 2 ഓപ്പോസിറ്റ് വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. ബട്ട് ഇൻ ദിസ് ഫിഗർ വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ടു Y ആക്സിസ്. ഓക്കെ, ഈ 2 സൈഡ്സും പാരലൽ ടു X ആക്സിസ്, ഈ 2 സൈഡ്സും പാരലൽ ടു Y ആക്സിസ്. ഓക്കെ, അപ്പോൾ സൈഡ്സ് ആർ പാരലൽ ടു ആക്സസ്. X ആക്സിസിനും Y ആക്സിസിനും പാരലൽ ആയിട്ടാണ് സൈഡ്സ് വരുന്നത്. അതാണ് ഇതിലെ പ്രത്യേകത. ഓക്കെ,
അപ്പോൾ 2 പോയിൻറ്റ്സ് തന്നാൽ ആ 2 പോയിൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താ? ദാറ്റ് ഈസ് നോട്ട് ഓൺ എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്, നോട്ട് ഓൺ എ ലൈൻ പാരലൽ ടു വൈ ആക്സിസ്. ഓക്കെ, ഈ 2 പോയിൻറ്റ്സും എന്താണ്? എക്സ് ആക്സിസിന് പാരലലായ ഒരു ലൈനിലെ പോയിൻറ്റ്സ് അല്ല, വൈ ആക്സിസിന് പാരലലായ ഒരു ലൈനിലെ പോയിൻറ്റ്സ് അല്ല. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 പോയിൻറ്റ്സ് എക്സ് ആക്സിസിന് പാരലലായ ലൈനിലെ പോയിൻറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ എല്ലാം വൈ കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ വൈ കോർഡിനേറ്റ്സ് സെയിം ആണോ? ഇവിടെ 2ഉം 5ഉമാണ്. വൈ കോർഡിനേറ്റ്സ് സെയിം അല്ല. ഓക്കെ, അതുപോലെ വൈ ആക്സിസിന് പാരലലായിട്ടുള്ള ലൈനിലെ പോയിൻറ്റ്സ് ആണെങ്കിൽ അതിൻ്റെയൊക്കെ എക്സ് കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സ് കോർഡിനേറ്റ് 3 ആണ്, ഇവിടെ എക്സ് കോർഡിനേറ്റ് 7 ആണ്, സെയിം അല്ല. അപ്പോൾ ആ 2 പോയിൻറ്റ്സും എവിടെ സ്ഥിതി ചെയ്യുന്നില്ല? ഓൺ എ ലൈൻ പാരലൽ ടു വൈ ആക്സിസ്, വൈ ആക്സിസിന് പാരലലായിട്ടുള്ള ലൈനിൽ സ്ഥിതി ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ 2 പോയിൻറ്റ്സ് തന്നിരിക്കുന്നു. ആ പോയിൻറ്റ്സിൻ്റെ പ്രത്യേകത കൂടി നമ്മൾ മനസ്സിലാക്കണം. ആ പോയിൻറ്റ്സിൻ്റെ 4 നമ്പേഴ്സും 4 കോർഡിനേറ്റ്സും, ഓക്കെ, ഇതിലെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഇതിലെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എല്ലാം ഡിഫറെൻറ്റ് നമ്പേഴ്സാണ്. അങ്ങനെ ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആണെങ്കിൽ അത് 2 യോജിപ്പിച്ചുകൊണ്ട് നമ്മളൊരു ലൈൻ വരച്ചാൽ വിൽ ഗെറ്റ് എ ലൈൻ ലൈക്ക് ദിസ്. ഒരു ചരിഞ്ഞ വരയാണ് കിട്ടുക, എൻ ഇൻക്ലൈൻഡ് ലൈൻ. ഓക്കെ, ഒരു ഇൻക്ലൈൻഡ് ലൈനാണ് കിട്ടുക. അപ്പോൾ ദാറ്റ് ലൈൻ, ദിസ് ലൈൻ വിൽ നോട്ട് ബി പാരലൽ ടു എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലൽ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സൈഡ്സ് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലൽ ആവുന്ന രീതിയിൽ ആ 2 പോയിൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ആ റെക്റ്റാങ്കിളിൻ്റെ മറ്റ് 2 വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടെത്താം. അത് എങ്ങനെ കണ്ടെത്തുന്നത്? വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെയൊക്കെ ചെയ്തത് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്, നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെയും കോർഡിനേറ്റ്സ് കാണണം. ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സും ഈ വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സും കാണണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? വൈ ആക്സിസിന് പാരലലായിട്ടുള്ള ലൈനിലെല്ലാം എക്സ് കോർഡിനേറ്റ്സ് സെയിം ആണ്. അപ്പോൾ ഇവിടെ 7 ആണെങ്കിൽ ഇവിടെയും 7 ആണ്. എക്സ് ആക്സിസിന് പാരലലായിട്ടുള്ള ലൈനിലെ എല്ലാ പോയിൻറ്റ്സിൻ്റെയും വൈ കോർഡിനേറ്റ്സ് സെയിം ആണ്. അപ്പോൾ ഇവിടെ 2 ആയതുകൊണ്ട് ഇവിടെ 2 ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റും ഇതിൻ്റെ വൈ കോർഡിനേറ്റും എടുത്തിട്ട് നമുക്ക് പോയിൻ്റ് ഉണ്ടാക്കാം. വെരി സിമ്പിൾ. ഓക്കെ, അതേപോലെ ഇവിടെ എക്സ് കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ 3 എന്ന് എഴുതി, ഇവിടെ 3 ആയതുകൊണ്ട് ഇവിടെ 3 എഴുതി. ഇങ്ങനെ വരുമ്പോൾ വൈ കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. ഇവിടെ 5 ആയതുകൊണ്ട് ഇവിടെ 5 എഴുതി. അപ്പോൾ 3, 5, 7, 2 എന്നുള്ള 2 പോയിൻറ്റ്സിൻ്റെ 2 കോർഡിനേറ്റ്സ്. ഓക്കെ, ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സും ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സും നമുക്ക് കിട്ടി. അപ്പോൾ വളരെ എളുപ്പത്തിൽ എഴുതാം. എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇവിടെ എഴുതുക, ഇതിൻ്റെ വൈ കോർഡിനേറ്റ് ഇങ്ങോട്ട് എഴുതുക. അതുപോലെ ഈ എക്സ് കോർഡിനേറ്റ് തന്നെ മേലെ എഴുതുക, ഈ വൈ കോർഡിനേറ്റ് ഇങ്ങോട്ട് മാറ്റി എഴുതുക. ദെൻ യു വിൽ ഗെറ്റ് ദി അതർ 2 വെർട്ടീസസ് വെരി ഈസിലി. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു എക്സാമ്പിൾ തരികയാണെന്ന് വിചാരിക്കും. ഇപ്പം -3, 5. മറ്റൊന്ന് എന്താണ്? 4, -4, ഇതിവിടെ 4, -6 ആണ് വിചാരിക്കുക. അപ്പോൾ 4, -6 എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവും 4, -6. അപ്പോൾ ഇങ്ങനെ 2 പോയിൻറ്റ്സ് വന്നു. ഇനി എന്താണ്? ഈ പോയിൻറ്റ്സ് രണ്ടും ഒരു ഡയഗണലിൻ്റെ 2 എൻഡ് പോയിൻറ്റ്സ് ആവുന്ന രീതിയിൽ നമ്മൾ റെക്റ്റാങ്കിൾ ഉണ്ടാക്കുക. റെക്റ്റാങ്കിൾ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇതിലെങ്ങനെ ഇങ്ങോട്ടൊരു ഇങ്ങനെ 2 എക്സ് ആക്സിസിന് പാരലൽ 2 ലൈൻസ് വരയ്ക്കുക, വൈ ആക്സിസിന് പാരലലായിട്ട് 2 ലൈൻസ് വരയ്ക്കുക. അപ്പോൾ വിൽ ഗെറ്റ് എ റെക്റ്റാങ്കിൾ. എന്നിട്ട് ഈ റെക്റ്റാങ്കിളിൻ്റെ മറ്റ് 2 വെർട്ടീസസ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വെർട്ടെക്സും ഈ വെർട്ടെക്സുമാണ്, അതിൻ്റെ 2ൻ്റെയും കോർഡിനേറ്റ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. -3, 5 ആൻഡ് 4, -6. ഇനി ഇത് രണ്ടും കാണണം. അപ്പോൾ ഇത് കാണാൻ എന്ത് ചെയ്യുക? ഇതിൻ്റെ എക്സ് ഇവിടെ എഴുതുക, ഇതിൻ്റെ വൈ ഇങ്ങോട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ -3, -6 ഇതാണ് ഇതിൻ്റെ കോർഡിനേറ്റ്സ്. അതുപോലെ ഇതിൻ്റെ കോർഡിനേറ്റ്സ് കാണാൻ ഈ എക്സ് ഇവിടെ എഴുതുക, ഇതിൻ്റെ വൈ ഇങ്ങോട്ട് എഴുതുക. അപ്പോൾ 4, 5 എന്ന് കിട്ടി. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ്സ് നമുക്കറിയാമെങ്കിൽ, 2 ഓപ്പോസിറ്റ് വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ്സ് നമുക്കറിയാമെങ്കിൽ ബാക്കി മറ്റ് രണ്ടെണ്ണത്തിൻ്റെ കോർഡിനേറ്റ്സ് വി ക്യാൻ ഫൈൻഡ് വെരി ഈസിലി. മനസ്സിലാക്കുക. അപ്പോൾ പേജ് 139 ഒരു എക്സാമ്പിളും കൂടെ ഉണ്ട്. ഇപ്പോൾ 2 ഞാൻ ചെയ്ത് കാണിച്ചു.
പേജ് 139 എക്സാമ്പിൾ പേജ് 139. ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ആ റെക്റ്റാങ്കിളിൻ്റെ 2 3 7 1 ഈ കോർണർ 2 3 ആണ്, ഇത് 7 1. ഇങ്ങനെ രണ്ട് കോർഡിനേറ്റ്സ് തന്നു, രണ്ട് വെർട്ടീസസിന് കോർഡിനേറ്റ്സ് തന്നു. മറ്റ് രണ്ട് വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ കാണണം. അപ്പോൾ ഇതിൻ്റെ എക്സ് ആക്സിസ് ഇവിടെ എക്സ് കോർഡിനേറ്റ് എഴുതുക 2, ഇതിൻ്റെ വൈ കോർഡിനേറ്റ് എഴുതുക. അപ്പോൾ 2 1. ഓക്കെ, ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇവിടെ എഴുതുന്നു 7, ഇതിൻ്റെ വൈ കോർഡിനേറ്റ് ഇങ്ങോട്ട് എഴുതുന്നു 7 3. അപ്പോൾ 7 3 2 1. അപ്പോൾ രണ്ട് റിമൈനിങ് വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് വളരെ പെട്ടെന്ന് എഴുതാൻ സാധിച്ചു. ഇനി അതേ പേജിൽ, പേജ് 139 രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് മെയിനായിട്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഇതേപോലെയുള്ള കുറേ റെക്റ്റാങ്കിൾസ് തന്നിട്ട് റെക്റ്റാങ്കിൾസിൻ്റെ രണ്ട് വെർട്ടീസസ് വീതം തന്നിട്ടുണ്ട്, മറ്റ് രണ്ട് വെർട്ടീസസ് കാണുക എന്നുള്ളതാണ്. ആ മൂന്നെണ്ണത്തിൽ ഒന്ന് മാത്രം ഞാൻ ചെയ്യാം, ബാക്കി രണ്ടെണ്ണം നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. കാരണം ഞാനിപ്പം 2-3 എക്സാമ്പിൾസ് കാണിച്ചു തന്നു, അതേപോലെ ചെയ്യാനുള്ളൂ. വെരി സിമ്പിൾ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇൻ പേജ് 139. ക്വസ്റ്റ്യൻസ് പേജ് 139 ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ 3 റെക്റ്റാങ്കിൾസ് ഉണ്ട്. ഈ 3 റെക്റ്റാങ്കിൾസിലും ഞാൻ പറഞ്ഞു, 1 pair of opposite vertices are given, their coordinates are given, the coordinates of the other 2 vertices we have to find out, and of these 3 questions I will find the answer for the answer for the first one only. Okay, അപ്പോൾ -2 3 2 4. -2 3 2 4 തന്നിരിക്കുന്നത്. ഇനി ഇവിടെ -2 ആയതുകൊണ്ട് മേലെ -2 ആയിരിക്കും, ഇവിടെ 4 ആയതുകൊണ്ട് y കോർഡിനേറ്റ് 4 ആയിരിക്കും. സോ വിൽ ഗെറ്റ് -2 4. ഇവിടെ ഈ 2 തന്നെ ആയിരിക്കും താഴെ, അപ്പോൾ x കോർഡിനേറ്റ് 2, y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സെയിം ആയിരിക്കും. ഇത് 3 ആയതുകൊണ്ട് ഇത് 3. നൗ വി ഗോട്ട് ദി അതർ 2 വെർട്ടീസസ്. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, മറ്റ് രണ്ട് റെക്റ്റാങ്കിൾസ് ഉണ്ട്, അതിൻ്റെ ആൻസേഴ്സ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഇനി ആ പേജിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ അതിൻ്റെ താഴെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 1 2 3 4. അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെയുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. പക്ഷേ ഇവിടെയൊക്കെ നമുക്കിപ്പോൾ ഫിഗർ തന്നിട്ട് ഫിഗറിൽ 2 വെർട്ടീസസ് കാണിച്ചിട്ടുണ്ട്, മറ്റ് 2 വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത്. പക്ഷേ ഇനി 2 പോയിൻറ്റ്സ് മാത്രം തരുന്നു, അതായത് പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് തരുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ 2 പോയിൻറ്റ്സും ഒരു റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ ഏതെല്ലാം ഓപ്പോസിറ്റ് വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ്സ് ആണ് എന്നുള്ളത് നമ്മൾ അതിൻ്റെ എക്സ് ആക്സിസ് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നോക്കി മനസ്സിലാക്കിയിട്ട് ഒരു റെക്റ്റാങ്കിൾ വരച്ചുണ്ടാക്കണം. എന്നിട്ട് അത് പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് അത് എന്ത് ചെയ്യണം, എഴുതി വെക്കണം. ഇത് എവിടെ വരും അവിടെ എഴുതി വെക്കണം. എന്നിട്ട് മറ്റ് 2 കോർണേഴ്സിൻ്റെ അല്ലെങ്കിൽ മറ്റ് 2 വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഡിഫറൻസ്. അപ്പോൾ അതിൽ ഒന്നാമത്തത് 3 5 7 8. ഒന്നാമത്തത് 3 5 7 8 ഇങ്ങനെ തന്നു. എന്നിട്ട് ഇത് ഈ 3 5 ഇവിടെയാണോ വരിക, 3 5 ഇവിടെ 7 8 ഇവിടെയാണോ വരിക, അതല്ലെങ്കിൽ 3 5 ഇവിടെയും 7 8 ഇവിടെയും ആണോ വരിക, അതല്ലെങ്കിൽ 3 5 ഇവിടെയും 7 8 ഇവിടെയാണോ വരിക, ഇതൊന്നും നമുക്കറിയില്ല. ഓക്കെ, അത് എവിടെ വരും എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി എഴുതി വെച്ചതിന് ശേഷം മറ്റ് 2 വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഒരു എളുപ്പമാർഗം ഉണ്ട്. എളുപ്പമാർഗം ഇനി പറയുന്ന കാര്യം മനസ്സിലാക്കുക. നമ്മൾ എക്സ് ആക്സിസ് വരച്ചാൽ നമ്മൾ കാണുന്ന ഒരു വസ്തുത എന്താണ്, എക്സ് ആക്സിസും വൈ ആക്സിസും ഇവിടെ 0 ആണ്. 1 2 3 ഇങ്ങനെ ഇങ്ങോട്ട് പോകും. അതേപോലെ ഇവിടെ -1 -2 -3 എന്നിങ്ങനെ. അപ്പോൾ എക്സ് ആക്സിസിൽ
വലത്തോട്ട് പോകുന്തോറും എന്താണ് ആ നമ്പർ വലുതായി വരും. അപ്പോൾ -3യേക്കാൾ വലുതാണ് -2, അതിനേക്കാൾ വലുതാണ് -1, അതിനേക്കാൾ വലുതാണ് 1. അപ്പോൾ 1 എന്നുള്ള പോയിൻ്റ് -1ൻ്റെ റൈറ്റ് സൈഡിലാണ്, ബിക്കോസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ -1. ഓക്കെ, 3 ഈസ് റൈറ്റ് സൈഡ് ഓഫ് -3 ബിക്കോസ് 3 ഈസ് ഗ്രേറ്റർ ദാൻ -3. അപ്പോൾ വലുതാവും തോറും വലത് ഭാഗത്തേക്ക് നീങ്ങും, ചെറുതാവും തോറും എന്ത് ചെയ്യും, ഇടത് ഭാഗത്തേക്ക് നീങ്ങും. ഓക്കെ, അതേപോലെ തന്നെ y ആക്സിസിലാണെങ്കിൽ 1, 2, 3 ഇങ്ങനെ -1, -2, -3 ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ -1നേക്കാൾ വലുതാണ് 1, അതിനേക്കാൾ വലുതാണ് 2, അതിനേക്കാൾ വലുതാണ് 3. അപ്പോൾ y ആക്സിസിൽ എന്താ സംഭവിക്കുക, നമ്പർ വലുതാവും തോറും മേലോട്ട് പോകും. ഓക്കെ, നമ്പർ ചെറുതാവും തോറും എങ്ങോട്ട് വരും, താഴോട്ട് വരും. അപ്പോൾ എന്ത് മനസ്സിലാക്കുക, ഇവിടെ ഇത് രണ്ടും എക്സ് കോർഡിനേറ്റ്സ് ആണ്. 3യും 7ഉം എക്സ് കോർഡിനേറ്റ്സ് ആണ്. ഓക്കെ, എക്സ് കോർഡിനേറ്റ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ 7 ഈസ് ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ എക്സ് വാല്യൂ വലുതാണെങ്കിൽ എങ്ങോട്ട് പോകും, വലത്തോട്ട് പോകും, റൈറ്റ് സൈഡിലേക്ക് പോകും. ഓക്കെ, എക്സ് വാല്യൂസ് ചെറുതാണെങ്കിൽ ഇടത് ഭാഗത്തേക്ക് വരും. അപ്പോൾ ഈ പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് 7 ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് കോർഡിനേറ്റ് ഓഫ് ദിസ് പോയിന്റ് 3. ഓക്കെ, എക്സ് കോർഡിനേറ്റ് 3 ഓഫ് ദിസ് പോയിന്റ്. ഓക്കെ, ഈ പോയിന്റിലെ എക്സ് കോർഡിനേറ്റായ 7 ഈ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റായ 3യേക്കാൾ വലുതാണ്. അതുകൊണ്ട് ഈ പോയിന്റിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ എക്സ് കോർഡിനേറ്റ്സ് നോക്കിയിട്ട് രണ്ടാമത്തെ പോയിന്റിൻ്റെ ഇത് ഫസ്റ്റ് പോയിന്റ്, ഇത് സെക്കൻഡ് പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് കോർഡിനേറ്റ്സ്, സെക്കൻഡ് പോയിന്റ് കോർഡിനേറ്റ്സ്. അപ്പോൾ സെക്കൻഡ് പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് നോക്കിയാൽ ആദ്യത്തെ പോയിന്റിൻ്റെ റൈറ്റ് സൈഡിലുള്ള പോയിൻ്റാണോ ലെഫ്റ്റ് സൈഡിലുള്ള പോയിൻ്റാണോ എന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ 7 ഈസ് ഗ്രേറ്റർ ദാൻ 3, ദെർഫോർ ദിസ് പോയിന്റ് ഈസ് റൈറ്റ് സൈഡ് ഓഫ് ദിസ് പോയിന്റ്. ഓക്കെ, ഈ പോയിന്റിൻ്റെ റൈറ്റ് സൈഡിലാണ് ഈ പോയിന്റ് മനസ്സിലാക്കുക. ഇനി നമ്മൾ y കോർഡിനേറ്റ്സിൻ്റെ വാല്യൂ നോക്കുക. y കോർഡിനേറ്റ്സ് ഇവിടെ 5 ആണ്, ഇവിടെ 8 ആണ്. അപ്പോൾ 8 ഈസ് ഗ്രേറ്റർ ദാൻ 5. അപ്പോൾ y കോർഡിനേറ്റ് വലുതാവുമ്പോൾ എന്ത് ചെയ്യും, മേലോട്ട് പോകും, ചെറുതാവുമ്പോൾ എങ്ങോട്ട് പോകും, താഴോട്ട് പോകും. അപ്പോൾ ഇവിടെ y കോർഡിനേറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 5. അപ്പോൾ ഈ പോയിൻ്റ് മേലെയാണ്, ഈ പോയിൻറ്റിനേക്കാൾ മേലെയാണ്. അപ്പം പൊതുവെ ഈ പോയിൻറ്റിനെ കുറിച്ച് എന്ത് പറയാം, ഈ പോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡിൽ മേലെയാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവിടെ എഴുതി വെച്ച് മനസ്സിലാക്കാം. 7 ഈസ് ഗ്രേറ്റർ ദാൻ 3, therefore right side in the point is on the right side of the first point, and 8 is greater than 5, y coordinate. Okay, this is greater than 5, therefore എവിടെയാണ്, എബോ. ഓക്കെ, മേലെയാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ എബോ ഉള്ള പോയിൻ്റാണത്. ഒരു റെക്റ്റാങ്കിൾ വരച്ചാൽ ആ റെക്റ്റാങ്കിളിലെ വലത് ഭാഗത്ത് മേലെ ഉള്ള പോയിൻ്റാണ് രണ്ടാമത്തെ. അപ്പോൾ രണ്ടാമത്തെ പോയിൻറ്റിൻ്റെ പൊസിഷനാണ് നമ്മൾ ആദ്യം തന്നെ നിർണ്ണയിക്കുന്നത്. അതിനനുസരിച്ച് നമുക്ക് ഒന്നാമത്തെ പോയിൻറ്റിൻ്റെ പൊസിഷൻ പറയാം. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് റൈറ്റ് സൈഡിൽ മേലെ, റെക്റ്റാങ്കിളിൽ റൈറ്റ് സൈഡിൽ മേലെ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇവിടെയാണെന്ത് 7, 8. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ആയിരിക്കും എന്ത് വരിക, 3, 5. ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം മറ്റ് രണ്ട് വെർട്ടീസസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 7 നേരെ താഴെ എഴുതുന്നു, ഈ 5 ഇവിടെ എഴുതുന്നു. അപ്പോൾ നമുക്കെന്തായി, ഇത് ഞാൻ ഒരു ബോക്സിനകത്താക്കാൻ കാരണം ഇത് നമ്മൾ കണ്ടുപിടിച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇത് നോക്കി സ്ഥാനം നിർണ്ണയിച്ച് എഴുതിയതാണ് ഇത് രണ്ടും. ഓക്കെ, മറ്റേ രണ്ട് നമ്മൾ കണ്ടെത്തുന്നതാണ്. ഓക്കെ, പിന്നെ ഇവിടെ അതുപോലെ 3, ഇത് 8. അപ്പോൾ 3, 8 എന്നാകട്ടെ. ഓക്കെ, ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഇത് രണ്ടും ആദ്യം എഴുതുന്നത് രണ്ടും പേന കൊണ്ട് എഴുതുക, മറ്റേ രണ്ട് പെൻസിൽ കൊണ്ട് എഴുതുക. ഓക്കെ, അതായത് ഈ തന്ന ക്വസ്റ്റ്യനിലുള്ള വെർട്ടീസസ് രണ്ടും പേന കൊണ്ട് എഴുതുക, കണ്ടുപിടിക്കുന്നത് രണ്ടും പെൻസിൽ കൊണ്ട് എഴുതുക. അപ്പോൾ നമുക്ക് ഏതായിരുന്നു തന്നതെന്നും ഏതാണ് നമ്മൾ കണ്ടുപിടിച്ചതെന്നും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ
പറ്റും. അതിന് വേണ്ടിയാണ്. ഇനി അതിലെ 3 ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുണ്ട്. അതിൽ സെക്കൻഡ് വൺ നമുക്ക് നോക്കാം. സെക്കൻഡ് വൺ 6254 ആണ്. 6254. അപ്പോൾ ഈ രണ്ടാമത്തെ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 5 ഈസ് സ്മോളർ ദാൻ 6. 5 ഈസ് സ്മോളർ ദാൻ 6. അപ്പോൾ ലെഫ്റ്റിലായിരിക്കും ഈ പോയിൻറ്റ്. കാരണം എക്സ് കോർഡിനേറ്റ് ചെറുതാതിനേക്കൂടെ അങ്ങോട്ട് പോകും, ലെഫ്റ്റിലേക്ക് പോകും. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 5 ആണ്, സ്മോളർ ദാൻ 6 ആണ്. അപ്പോൾ ഇത് ലെഫ്റ്റിലാണ്. സോ എൽ എന്ന് എഴുതുക, ലെഫ്റ്റ്. ദെൻ 4, വൈ കോർഡിനേറ്റ് 4, ഇവിടെ വൈ കോർഡിനേറ്റ് 2. അപ്പോൾ 4 ഈസ് ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ വൈ കോർഡിനേറ്റ് നോക്കിയാൽ നമുക്ക് എന്താ മനസ്സിലാവുക, മേലെയാണോ താഴെയാണോ എന്നുള്ള. അപ്പോൾ 4 ഈസ് ഗ്രേറ്റർ ദാൻ 2, അപ്പോൾ മേലെയാണ്, എബോ. സോ എൽ എ മീൻസ് ലെഫ്റ്റ് സൈഡ് എബോ. അപ്പോൾ ദിസ് പോയിൻ്റ് ഈസ് ലെഫ്റ്റ് സൈഡ് എബോ. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇതാണ്, എബോ ഇതാണ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡ് എബോ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഇത് വരിക. അപ്പോൾ 5, 4 ഈസ് ഹിയർ. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ ആയിരിക്കും എന്ത് വരിക, 6, 2 വരിക. അപ്പോൾ മറ്റ് വെർട്ടീസസ് നമുക്ക് എഴുതാം. ഇവിടെ മേലെ 6 ഇട്ടു, ഈ 4 ഇവിടെ എഴുതി. ഓക്കെ, ഇത് നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ. അതേപോലെ ഇവിടെ ദിസ് ഈസ് 5, ഇവിടുന്ന് 2 എഴുതി കഴിഞ്ഞാൽ ഇത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. നൗ വി ഗോട്ട് ദി അതർ 2 വെർട്ടീസസ്. അതേപോലെ തന്നെയാണ് മറ്റ് 2 ക്വസ്റ്റ്യൻസ് കൂടെ. അതിൽ ഒന്നുകൂടി ഞാൻ ചെയ്യാം. മൂന്നാമത്തത് ലാസ്റ്റ് വൺ യു ഹാവ് ടു ഡു ആസ് ഹോംവർക്ക്. ഓക്കെ, അതിൽ 4th വൺ ഞാൻ ചെയ്യാം. 3rd വൺ ഹോംവർക്കാണ്. 3rd വൺ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. 4th വൺ ഞാനിപ്പോൾ ചെയ്യും. Fourth one, -1, -2, -5, -4. -1, -2, -5, -4. ഇപ്പോൾ രണ്ടാമത്തെ പോയിൻ്റാണ് നമ്മളെപ്പോഴും മറ്റേതുമായി കമ്പയർ ചെയ്യുന്നത്. ഇതിൽ എക്സ് കോർഡിനേറ്റ് -5, ഇത് -1. -5 ഈസ് സ്മോളർ ദാൻ -1. അതായത് -1, -2, -3, -4, -5 ഇങ്ങനെ ലെഫ്റ്റിലേക്കാണ് പോവുക. അപ്പോൾ -5 ഈസ് സ്മോളർ ദാൻ -1. അപ്പോൾ എക്സ് സ്മോളർ ആണെന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലാണെന്ന് അർത്ഥം. അപ്പോൾ ദിസ് പോയിൻ്റ് ഈസ് ലെഫ്റ്റ് ഓഫ് ദിസ് പോയിൻ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എൽ എന്ന് എഴുതി. ഇത് -4, ഇത് -2. -2-നേക്കാൾ സ്മോളർ ആണെന്ന് -4. അപ്പോൾ വൈ കോർഡിനേറ്റ് സ്മോളർ ആവുകയെന്ന് പറഞ്ഞാൽ താഴോട്ട് പോകുന്നു എന്നർത്ഥം. താഴോട്ട് അത് വൈ കോർഡിനേറ്റ് വലുതാവും തോറും എങ്ങോട്ട് പോകും, മേലോട്ട് പോകും. ഓക്കെ, വൈ കോർഡിനേറ്റ് ചെറുതാണെങ്കിൽ എങ്ങോട്ട് പോകും, താഴോട്ട് പോകും. അപ്പോൾ താഴോട്ട്, ദാറ്റ് മീൻസ് ബിലോ. അപ്പോൾ എൽ ബി മീൻസ് ലെഫ്റ്റ് സൈഡ് ബിലോ, ലെഫ്റ്റ് സൈഡ് ബിലോ. അപ്പോൾ ഈ പോയിൻ്റ് ലെഫ്റ്റ് സൈഡിൽ ബിലോ ആണ്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇതാണ് ബിലോ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ബിലോ മീൻസ് -5, -4. അപ്പോൾ ഈ പോയിൻ്റ് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്താം, -1, -2 എഴുതാം. ഇനി ഇതിൻ്റെ കോർഡിനേറ്റ്സ്, ഈ എക്സ് കോർഡിനേറ്റ് തന്നെ ഇവിടെ വരും, ഈ വൈ കോർഡിനേറ്റ് ഇവിടെ വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോയിൻ്റ് കിട്ടി. ഈ എക്സ് കോർഡിനേറ്റ് ഇവിടെ വരും -5, ഈ വൈ കോർഡിനേറ്റ് ഇവിടെ വരും -2. അപ്പോൾ നമുക്ക് അടുത്ത പോയിൻ്റ് കിട്ടി. ഓക്കെ, അങ്ങനെ ആ 4th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. 3rd വൺ ഞാൻ അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ആ 3rd വൺ നിങ്ങൾ ചെയ്തു നോക്കാം. അപ്പോൾ ആ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സുമായി അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾസ് എന്ന ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്, 2 പോയിൻറ്റ്സ് ഓപ്പോസിറ്റ് വെർട്ടീസസ് ആകുന്ന രീതിയിൽ റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോൾ സൈഡ്സ് എക്സ് ആൻഡ് വൈ ആക്സസിന് പാരലായിട്ട് വരാം, പാരലൽ അല്ലാതെയും വരാം. പാരലായിട്ടാണ് വരുന്നതെങ്കിൽ മറ്റ് 2 വെർട്ടീസസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത് റെക്റ്റാങ്കിൾ വരച്ച് വെച്ചിട്ട് അതിൽ വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ്സ് തന്നാൽ മറ്റ് 2 വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് കാണാമെന്നും, എന്നാൽ അതുപോലെ റെക്റ്റാങ്കിൾ തരാതെ 2 പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് മാത്രം തന്നാൽ റെക്റ്റാങ്കിൾ വരച്ച്
ആ കോർഡിനേറ്റ്സിൻ്റെ പ്രോപ്പർ പൊസിഷൻ കണ്ടെത്തി അവിടെ എഴുതിയതിന് ശേഷമാണ് മറ്റ് രണ്ട് വെർട്ടിസസും കാണുക. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രോപ്പർ പ്ലേസസ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അതിൽ ഞാൻ ക്വസ്റ്റ്യൻ 1-ൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, 3 ഫിഗേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ഫിഗർ വരച്ച ആൻസർ ഞാൻ ചെയ്തു, മറ്റേ രണ്ടെണ്ണം നിങ്ങൾക്ക് ഞാൻ ഹോംവർക്കായിട്ട് തന്നതാണ്. അതേപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായില്ല, അതിൽ 3 എണ്ണം ഞാൻ ചെയ്തു. അതിലൊന്ന്, അതായത് തേർഡ് വൺ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തന്നിരിക്കുകയാണ്. ഇനി ഡിസ്റ്റൻസസ് എന്ന് പറയുന്ന പോർഷനാണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. സോ that we can discuss in the next class. Thank you. See you next day.